ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ നാത്തൂനും മോളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇത് അവിടെ എത്തിയപ്പോൾ എൻ്റെ പാത്തു നല്ല രീതിയിൽ ഒരുങ്ങിയിട്ട് ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സും അവളുടെ കോളേജ് ഫ്രണ്ട്സും മാത്രമേ ആദ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം നിന്ന് ഫോട്ടോസും കാര്യങ്ങൾക്ക് സമാധാനമായിട്ട് നിന്നെടുത്ത് നമ്മൾ ഒരുപാട് കളിക്കുകയും ചിരിക്കുകയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഓരോരുത്തർക്ക് വന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഫോട്ടോഷൂട്ടിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇതേ പാത്തുവിൻ്റെ എല്ലാമായ നമ്മൾ 3 പേരും കൂടി പാത്തുവിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് ഒരു വൈലറ്റ് ഷെയ്ഡൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ മുന്നേ ഡ്രസ്സ് ചെയ്തത്. പക്ഷേ നമ്മുടെ വഫയുടെ ഡ്രസ്സ് നല്ല രീതിയിൽ ഡീറ്റ് ഷെയ്ഡായിപ്പോയി. എന്നാലും സാരമില്ല, നമ്മൾ 3 പേരും ഒരുമിച്ച് ഒരേപോലെ ഇടണമെന്നുള്ള ആഗ്രഹം നമ്മൾ അങ്ങ് ചെയ്തല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മളതേ ഓഡിറ്റോറിയത്തിനകത്തോട്ട് കയറാൻ കേട്ടോ. ആരും അങ്ങനെ വന്നിട്ടില്ല, നമ്മൾ ഫ്രണ്ട്സ് മാത്രം, പിന്നെ എൻ്റെ ഇത്തായും. വേറെ ആരും അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ ഒരുപാട് നേരം ടൈം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ളത്. അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് ഫോട്ടോസും വീഡിയോസും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ പാത്തുവിൻ്റെ ഉമ്മയും വന്നിട്ടുണ്ട്. അങ്ങനെ ഉമ്മയെ പിടിച്ചിരുത്തി ഫോട്ടോ എടുക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ പോയിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ വീഡിയോസ് ഇങ്ങനെ എടുക്കുവാണ്. ഇതാണ് എൻ്റെ ജാസിയ. എൻ്റെ സുഖവും ദുഃഖങ്ങളും എല്ലാ വിഷമങ്ങളും എനിക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് എൻ്റെ ജാസിയ. എന്ത് വിഷമം വന്നാലും സന്തോഷം വന്നാലും എൻ്റെ എല്ലാ കാര്യങ്ങളും അവളെ അറിയിക്കാറുണ്ട്. അവളടുത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല, അതാണ് സത്യം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന എൻ്റെ ഒരു ബെസ്റ്റിയാണ് ജാസിയ. പിന്നെ ഇതെൻ്റെ വഫ, പിന്നെ പാത്തു. ഞാൻ ഒരുപാട് കോണ്ടാക്ട് ചെയ്യുന്നത് ഇവരെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് പാത്തുവിൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഉമ്മയും ഉപ്പ അനിയന്മാർ പാത്തു. അങ്ങനെ അവളെ ഹാപ്പിനെസ്, അവളൊരു വേൾഡാണത്. ആ ഒരു വേൾഡിലോട്ടാണ് കേട്ടോ അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ കടന്നു ചെന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ വീട്ടുകാരൊക്കെ വരുന്നതിന് മുമ്പ് ഫുഡ് വെച്ചിട്ട് അവളോട് നിൽക്കാമെന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും പോയി ഫുഡ് കഴിക്കുവാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, ഐസ്ക്രീം, ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ചിക്കൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് അവർ കൊണ്ടുവന്ന ഹാമ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കുവാണ്. അങ്ങനെ അതാ ചിക്കൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ട് പാത്തുവിനെ സ്റ്റേജിലോട്ട് കൊണ്ടുപോകാണ് കേട്ടോ പാത്തുവിൻ്റെ ചേട്ടത്തിമാർ. അങ്ങനെ അവർ അവിടെ നിർത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം പാത്തുവിനോടൊക്കെ നിന്നിട്ട് നമ്മൾ പോയി സാധാരണ രീതിയിൽ ഓഡിയൻസ് ഇരിക്കുന്ന പോലെ പോയിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ കാണിക്കാൻ പോകുന്ന ആളാണ് ഇസ്മായിൽ. നമ്മൾ ജൂനിയറായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇവൻ്റെ ഒരു കസിനായിട്ട് വരും പാത്തുവിനെ കെട്ടാൻ പോകുന്ന ചെക്കൻ. എന്നെ വീഡിയോയിലൊന്നും കാണിക്കില്ലേ എന്നൊക്കെയാണ് കേട്ടോ അവൻ പറയുന്നത്. പക്ഷെ നമ്മൾ കാണിക്കണമല്ലോ, അതാണല്ലോ നമ്മളെ വീഡിയോ. അങ്ങനെ നമ്മൾ അതെല്ലാം സംസാരിച്ചിട്ട് ഇതാണ് പാത്തുവിൻ്റെ മദർ ഇൻ ലോ. പാവമാണ് കേട്ടോ. എനിക്ക് പാത്തുവിൻ്റെ ചെക്കൻ്റെ വീട്ടുകാരെയൊക്കെ മുന്നേ അറിയാമായിരുന്നു. കാര്യം ഞാൻ കമലാസുരയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ പറത്ത് എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഇവരെല്ലാം നല്ല രീതിയിൽ അറിയാമായിരുന്നു കേട്ടോ. അങ്ങനെ പാത്തു ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പോയ ടൈമിൽ നമ്മൾ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് കാണിക്കുന്നത് കലാപരിപാടിയാണ് കണ്ടത്. പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളും കുടിച്ച് എല്ലാവരും പോയ സമയത്ത് ഞാൻ പാത്തും വെറുതെ അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ഒന്നും മറക്കരുത്. വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.